ഹായ് ഹലോ ദിസ് ഇസ് മിസ് ഓയിലി ഹെയർ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഹെയർ മസാജിങ് വീഡിയോയിൽ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, സ്ലീക്ക് ഓയിൽഡ് ബ്രെയ്ഡ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട്. പിന്നെന്താ, നമുക്ക് ചെയ്യാമല്ലോ. സംഭവം വേറെ ഒന്നുമില്ല, ഇങ്ങനെ എണ്ണ തേച്ചിട്ട് മുടി ചപ്പിച്ചിട്ട് ഇങ്ങനെ പിന്നെ കെട്ടി വെക്കുന്നു, അത്രേ ഉള്ളൂ. ഈ സ്ലീക്ക് ഹെയർ സ്റ്റൈൽ 2023 ഭയങ്കര ട്രെൻഡായിട്ട് പൊയ്ക്കൊണ്ടിരുന്ന ഒരു ഹെയർ സ്റ്റൈലാണ്. സെലിബ്രിറ്റീസ് ഒക്കെ ചെയ്താൽ ഭയങ്കര വൈറലായിട്ട് പൊയ്ക്കൊണ്ടിരുന്ന ഹെയർ സ്റ്റൈലാണ്. പക്ഷെ നോക്കുവാണെങ്കിൽ ഈ 1980-കളിൽ നമ്മുടെ അമ്മമ്മയൊക്കെ ചെയ്തിരുന്ന ഒരു നോർമൽ ഹെയർ സ്റ്റൈലാണ്. ഇത് പണ്ട് തൊട്ടേ ഉള്ളൊരു ഹെയർ സ്റ്റൈലാണ്. നോർമലി സെലിബ്രിറ്റീസ് ഒക്കെ ഈ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യുന്നത് ഹെയർ ക്രീംസോ ജെൽസോ അല്ലെങ്കിൽ വാക്സ് ഒക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും. നമ്മളതിൽ അത്ര പൈസയൊന്നും ഇല്ല, നമ്മൾ പാപ്പരാസികളായതുകൊണ്ട് നമ്മൾ സാധാരണ വെളിച്ചെണ്ണ വെച്ചിട്ട് ഈ ഒരു ഹെയർ സ്റ്റൈൽ ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അല്ലാണ്ട് ഇതിൽ വലിയ കാര്യമൊന്നുമില്ല. നമ്മളെ സെലിബ്രിറ്റീസ് ദീപിക പദുകോൺ, ആലിയ ഭട്ടൊക്കെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ മുടി ഇങ്ങനെ ചപ്പിച്ചിങ്ങനെ അമ്മച്ചി കെട്ടിക്കില്ല, അത് തന്നെ സംഭവം. അതിൻ്റെ ഒരു ബ്രൈഡഡ് ഹെയർ സ്റ്റൈലാണ് നമ്മളിന്ന് ചെയ്യാൻ പോകണമെന്നേ ഉള്ളൂ. ബ്രൈഡഡ് ഹെയർ സ്റ്റൈലാണ് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒരു 3 ഹെയർ സ്റ്റൈൽസ് ചെയ്യുന്നുണ്ട്. 2 ബ്രൈഡഡും ഒരു ബൺ ഹെയർ സ്റ്റൈലും. നിങ്ങളൊരു പൂ ചോദിച്ചു, ഞാനൊരു പൂക്കാലം തന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് എൻ്റെ ചാനലിൽ കയറി വേറെയും വീഡിയോസൊക്കെ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലോട്ട് പോകാം. ഈ ഒരു സ്ലീക്ക് ഹെയർ ചെയ്യാനായിട്ട് നമുക്ക് ഇഷ്ടംപോലെ എണ്ണയുടെ ആവശ്യമുണ്ട്. ഇത്രയൊന്നും വേണ്ട, പക്ഷേ എങ്കിലും കുറച്ച് വേണം. കാരണം നമ്മൾ മുടി ചപ്പിച്ച് വെച്ചിട്ടുള്ള ബ്രൈഡ് സ്റ്റൈലല്ലേ ചെയ്യാൻ പോകണം. അപ്പോൾ അത്രത്തോളം നമുക്ക് മുടിയിൽ അത്ര എണ്ണ വേണ്ടി വരും. അപ്പോൾ ആദ്യം തന്നെ മുടി ഉടക്കൊക്കെ അറുത്തതിന് ശേഷമാണ് ഞാൻ ഈ എണ്ണ പുരട്ടാൻ തുടങ്ങുന്നത്. എപ്പോഴത്തേയും പോലെ തന്നെ എണ്ണ പുരട്ടാൻ നേരം എണ്ണ കയ്യിലാക്കിയിട്ട് ചെറുതായിട്ടൊന്ന് കൈവച്ച് തന്നെ ചൂടാക്കിയതിന് ശേഷമാണ് ഞാൻ മുടിയിലോട്ട് പുരട്ടി കൊടുക്കുന്നത്. ഇപ്പോൾ നോക്കുമ്പോൾ അറിയാം, എണ്ണ പുരട്ടിയ സ്ഥലവും പുരട്ടാത്ത സ്ഥലവും തമ്മിലുള്ള ആ ഒരു ഗ്ലേസിങ്ങിൻ്റെ വ്യത്യാസം. ഓരോ വട്ടം നല്ലപോലെ എണ്ണ എടുത്തതിന് ശേഷം കൈ റബ്ബ് ചെയ്തിട്ട് മുടിയുടെ ഓരോരോ ഭാഗങ്ങളിലായിട്ടാണ് ഞാൻ എണ്ണ തേച്ച് കൊടുക്കുന്നത്. ആദ്യം തലയൊട്ടി, പിന്നെ ലെങ്തില്, പിന്നെ തുമ്പില്, അങ്ങനെ. എന്നിട്ട് ഒരു സൈഡ് ഇങ്ങനെ കെട്ടി വെച്ചിട്ട് അടുത്ത സൈഡിലത്തേക്കുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അടുത്ത ഏരിയയിൽ നമ്മൾ ഇത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. മുടിയൊക്കെ ഒന്ന് ചീവി കൊടുത്തതിന് ശേഷം നന്നായിട്ട് മുടിയൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഓരോരോ ബ്രൈഡ്സ് ചെയ്ത് നോക്കാൻ പോകുന്നത്. അതിന് മുന്നേയായിട്ട് മുടി ഒന്ന് ചീകി കൊടുക്കണം. നമ്മൾ ഇത്ര നേരം മസാജ് ചെയ്തില്ല, അപ്പോൾ മുടിയിൽ എന്തായാലും ഉടക്കായിരിക്കും. അതൊക്കെ ഒന്ന് ഉടക്കറുത്തിട്ട് മുടി ഒന്ന് സെറ്റാക്കി കൊടുക്കുകയാണ്. പ്രത്യേകിച്ചും തലയോട്ടിയുടെ അവിടെ നന്നായിട്ട് ചപ്പിച്ചൊന്ന് ചീകി കൊടുക്കുകയാണ്. എന്നിട്ടാണ് ഈ ബ്രൈഡ്സ് അത്രയും ചെയ്യുന്നത്. ആദ്യം ചെയ്ത് കൊടുക്കുന്നത് സാധാരണ നമ്മുടെ പിന്നിക്കെട്ടലാണ്. അല്ലെങ്കിൽ ഒരു കൊട്ടക്കണക്കിന് എണ്ണ ഒഴിച്ച് മുടി ഇങ്ങനെ വാരി കെട്ടുമ്പോഴത്തേനും ഒരുമാതിരി കൊച്ചു പിള്ളേരെ കുളിപ്പിക്കാൻ നിർത്തിക്കും പോലത്തെ ലുക്കാണ്. പിന്നെ നമ്മുടെ അമ്മമാർക്കൊക്കെ ഇതാണല്ലോ ഏറ്റവും ഇഷ്ടം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്ലീക്ക് ബ്ലഡിൻ്റെ ഔട്ട്ലുക്ക്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റിൽ പറയുക. രണ്ടാമത് നമ്മൾ ചെയ്ത് നോക്കാൻ പോണ ബ്രൈഡഡ് സ്റ്റൈൽ എന്ന് പറയുന്നത് 4 പിരി കെട്ടലാണ്. 4 പിരി കെട്ടാൻ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അറിഞ്ഞുകൂടെങ്കിൽ ഇതാ ഇപ്പം കണ്ടോളൂ, ഇതാണ് 4 പിരി കെട്ടൽ. ഇതിൽ നിന്നും കുഞ്ഞു സ്ട്രാൻഡ്സ് ആയിട്ട് മുടി എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ഭംഗിയായിട്ടിരിക്കും. പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് കെട്ടിക്കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഹെയർ സ്റ്റൈലാണ്. വേറെ ഒന്നുമില്ല, മുടിയുടെ സ്റ്റാൻഡ് ഇതുപോലെ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് കളിക്കുക, അത്രേ ഉള്ളൂ. മൂന്നാമത്തത് നമ്മൾ സെലിബ്രിറ്റീസ് ഒക്കെ ചെയ്യുന്ന ബൺ സ്റ്റൈലാണ് കെട്ടാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഈ ഫ്രണ്ടിലുള്ള മുടിയൊക്കെ അങ്ങ് ചപ്പിച്ചങ്ങ് വെക്കണം. എന്നിട്ട് നമ്മൾ ചുമ്മാ ഇങ്ങനെ അമ്മച്ചി കെട്ടങ്ങ് കെട്ടിക്കൊടുത്താൽ മതി. ഇതാണ് ഫൈനൽ ഔട്ട്ലുക്ക്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്ലീക്ക് ബൺ സ്റ്റൈൽ എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ മുഖമൊക്കെ ഇപ്പോഴേ നോക്കുകയാണെങ്കിലും കംപ്ലീറ്റ്ലി ഓയിലി ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കൂടെ ഇതിട്ടിരുന്നാൽ ഫുള്ള് ഓയിലാവും. ഞാൻ എന്തായാലും ഇതുപോലെ എണ്ണ തേച്ച് വെച്ചോണ്ട് ഒരു ദിവസമൊന്നും ഇരിക്കില്ല. കുളിക്കുമ്പോൾ ഷാമ്പൂ ഇട്ട് തന്നെ കുളിച്ചെല്ലാം കഴുകിറക്കി കളയും. അല്ലെങ്കിൽ പിറ്റേ ദിവസം എനിക്ക് മോക്കുരു വരും. റിസ്ക് എടുക്കാൻ എനിക്ക് അങ്ങ് വയ്യേ. 10 മിനിറ്റ് ഞാൻ ഇത് തലയിൽ ഇട്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.